നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം പരമ്പരയുടെ അവസാന അധ്യായം, നീതിയുടെ വിജയവും ദേശീയ ഉത്കർഷവും. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനും നാസിറിന്റെ ആദ്യ ഭാര്യയും ഇപ്പോൾ ഹൈക്കോടതിയിലെ പ്രശസ്ത അഭിഭാഷകയുമായ ഫിർദൌസും ഫോണിൽ സംസാരിച്ചു. എന്റെ അയൽവാസി നാസിർ തന്നെയാണോ അവളുടെ മുൻ ഭർത്താവ് എന്ന് ഞാൻ ഫിർദൌസിനോട് ചോദിച്ചു. നാസിറിന്റെ മാനവ പരിചയത്തിന് തെളിവ് നാസിർ മാറിയ വാർത്ത കേട്ട് ഫിർദൌസ് അത്ഭുതത്തേക്കാൾ ഉപരി സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. അവൾ പറഞ്ഞു, സർ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവ് ജസ്റ്റിസ് ഹരിശ്ചന്ദ്രജിയുടെ നീതിനിർവഹണ പരീക്ഷണത്തിന്റെ മറ്റൊരു വിജയമാണ്. നാസിറിലെ മാനുഷിക ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കത്തിൽ വിവരിച്ചു. അവൻ ഇതര മതസ്ഥരോട് വളരെ ആത്മീയമായി പെരുമാറുന്നു. മതത്തേക്കാൾ ഉപരി രാജ്യത്തിന്റെ കരുത്തിന് അവൻ മുൻഗണന നൽകുന്നു. ഭാര്യ സഭയ്ക്ക് എഞ്ചിനീയറിംഗിലും മാനേജ്മെന്റിലും ഡ്യുവൽ ഡിഗ്രി പൂർത്തിയാക്കാൻ അവൻ അവസരം നൽകി. ഫിർദൌസിന്റെ ദാർശനിക നിഗമനം. എന്റെ വാക്കുകൾ ശരിവെച്ചുകൊണ്ട് ഫിർദൌസ് പറഞ്ഞു, വ്യക്തിയെയല്ല തിന്മയെയാണ് വെറുക്കേണ്ടത്. ഏത് ദിവസം ഒരാളിൽ നിന്ന് തിന്മ ഇല്ലാതാകുന്നുവോ അന്ന് ആ വ്യക്തി മനുഷ്യൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാകുന്നു. നാസിറിന്റെ രാഷ്ട്രീയ വളർച്ച. നാസിർ തന്റെ വർക്ക്ഷോപ്പിന്റെ ചുമതല ഭാര്യ സഭയെ ഏൽപ്പിക്കുകയും സ്വയം രാഷ്ട്രീയത്തിനായി അർപ്പിക്കുകയും ചെയ്തു. അവന്റെ കഠിനാധ്വാനം ഒരു അത്ഭുതം തന്നെ സൃഷ്ടിച്ചു. രാഷ്ട്രീയ വിജയം. രാഷ്ട്രനിർമ്മാണ പാർട്ടി നാസിറിന് ടിക്കറ്റ് നൽകി. രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അവൻ തുടർച്ചയായി 3 തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഫത്വയുടെ അന്ത്യം. നാസിറിന്റെ പുരോഗമനപരമായ നിലപാടുകളിൽ ആകൃഷ്ടരായി മുഫ്തിമാരും മൗലവിമാരും കാസിമാരും അവന്റെ അനുയായികളായി മാറി. ഒടുവിൽ നാസിറിന് മേലുള്ള ഫത്വ പിൻവലിക്കപ്പെട്ടു. ദേശീയ അഭിലാഷം. മന്ത്രിയായ ശേഷം നാസിർ തന്റെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തി. ലോകാടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ പ്രവർത്തനവും രാജ്യത്തെ പൗരന്റെ പേരും ആദരവോടെ സ്മരിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ എത്തിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. തന്റെ സമുദായത്തിലുള്ളവരെ ആധുനിക വിദ്യാഭ്യാസം നേടാനും സാമൂഹിക സൗഹൃദത്തിന് മുൻകൈ എടുക്കാനും അവൻ പ്രേരിപ്പിച്ചു. ഇതിലൂടെ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഗണ്യമായി കുറഞ്ഞു. നീതിയുടെ അന്തിമ വിജയം. നാസിർ തുടർച്ചയായി 3-ാം തവണയും വിജയിച്ച് കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായപ്പോൾ ഈ അത്ഭുതകരമായ സംഭവം എല്ലായിടത്തും ചർച്ചയായി. അന്തിമ ബഹുമതി. ഫിർദൌസ് ഫോൺ വിളിച്ച് ഒരു വാർത്ത പങ്കുവെക്കുമ്പോൾ കഥ അവസാനിക്കുന്നു. അവളുടെ ഭർത്താവ് ജസ്റ്റിസ് ഹരിശ്ചന്ദ്രയെ രാഷ്ട്രപതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിച്ചിരിക്കുന്നു. നീതിയും ക്ഷമയും വിവേകവും എങ്ങനെയാണ് ഒരു കുറ്റവാളിയെ ദേശീയ നേതാവാക്കി മാറ്റിയതെന്നും ഒരു അയൽക്കാരന്റെ ലളിതമായ പെരുമാറ്റം ആ നീതിയെ എങ്ങനെ പൂർണ്ണമാക്കിയെന്നും കേൾക്കൂ മാനവ പരിചയം പരമ്പരയുടെ അവസാന എപ്പിസോഡിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 21, നീതിയുടെ വിജയവും ദേശീയ ഉത്കർഷവും. ഫോൺ കാൾ കണക്റ്റായ ഉടൻ ഗംഭീരമായ ഒരു സ്ത്രീ ശബ്ദത്തിൽ ചോദ്യം വന്നു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഫിർദൌസ് വളരെ സന്തോഷിച്ചു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു, ഫിർദൌസ്, കഴിഞ്ഞ 5 വർഷമായി നാസിർ കുടുംബസമേതം എന്റെ അയൽപ്പക്കത്താണ് താമസം. ഇന്നലെ അവനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഈ നാസിർ നിന്റെ മുൻ ഭർത്താവ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫിർദൌസ് അപ്പോൾ ഗൗരവമായി പറഞ്ഞു, സർ, അത് തീർച്ചയായും സംഭവിക്കാവുന്നതാണ്. അവൻ എന്റെ പഴയ നഗരക്കാരൻ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഫിർദൌസിനോട് പറഞ്ഞു, ഫിർദൌസ്, അയൽവാസി എന്ന നിലയിൽ അവനുമായുള്ള എന്റെ അനുഭവം നിന്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അവൻ ഇന്ന് മാനവ പരിചയം എന്ന വാക്കിന് തികഞ്ഞ ഉദാഹരണമാണ്. ഇത് കേട്ട ഫിർദൌസിന്റെ മറുപടിയിൽ അത്ഭുതത്തേക്കാൾ ഉപരി സന്തോഷമായിരുന്നു. അവൾ പറഞ്ഞു, സർ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭർത്താവ് ജസ്റ്റിസ് ഹരിശ്ചന്ദ്രജിയുടെ നീതിനിർവഹണ പരീക്ഷണത്തിന്റെ മറ്റൊരു വിജയമാണ്. കുറ്റവാളിയിലെ കുറ്റവാസന ഇല്ലാതാകുമ്പോഴാണ് നീതിയും ശിക്ഷയും പൂർണ്ണത കൈവരിക്കുന്നത് എന്നാണ് എന്റെ ഭർത്താവ് വിശ്വസിക്കുന്നത്. ഫിർദൌസ് അല്പനേരം മിണ്ടാതിരുന്ന ശേഷം ചോദിച്ചു, സർ, നാസിറിൽ നിനക്ക് മാനവ പരിചയം കാണാൻ കാരണമായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എനിക്കും കൂടി പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദമായി വിവരിച്ചുകൊണ്ട് അവസാനം ഇങ്ങനെ പറഞ്ഞു, മതത്തിന് അതീതമായി ഞങ്ങളോട് അവൻ കാണിക്കുന്ന ആത്മബന്ധം സ്വന്തം മകന്റേതിനേക്കാൾ ഒട്ടും കുറവല്ല. 35 വയസ്സിനുള്ളിൽ തന്നെ അവൻ രാഷ്ട്രീയത്തിൽ നല്ലൊരു സ്ഥാനം നേടിയെടുത്തു. രാജ്യത്തിനാണ് അവൻ മുൻഗണന നൽകുന്നത്. അവനിൽ മതഭ്രാന്തിന്റെ ലാഞ്ചന പോലുമില്ല. വിവാഹശേഷം തന്റെ ഭാര്യ സഭയെ NIT-യിൽ പഠിപ്പിച്ച് ഓട്ടോമൊബൈൽ എഞ്ചിനീയറാക്കി. എന്റെ കാഴ്ചപ്പാടിൽ ഈ ഗുണങ്ങളാണ് നാസിറിലെ മാനവ പരിചയം. അപ്പോൾ ഫിർദൌസ് പറഞ്ഞു, തീർച്ചയായും സർ, നിങ്ങൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പഴയ നാസിറും ഇപ്പോഴത്തെ നാസിറും തമ്മിൽ ഒരു താരതമ്യവുമില്ല. വ്യക്തിയിലെ തിന്മ ഇല്ലാതാകുന്ന ദിവസം അവൻ മനുഷ്യൻ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനാകുന്നു. ദൈവം എല്ലാവർക്കും നല്ല ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്, എന്നാൽ ചിലർ മനുഷ്യരെ വഴിതെറ്റിക്കുന്നു. ഇത് കേട്ട ഞാൻ പറഞ്ഞു, ഫിർദൌസ്, നിന്റെ വാക്കുകളിലെ വ്യക്തത അതിശയകരമാണ്.
ഫിർദൌസ് സന്തോഷത്തോടെ നന്ദി സർ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ലോകം എത്ര ചെറുതാണ്. ഒരു കാലത്ത് നാസിറിനാൽ പീഡിപ്പിക്കപ്പെട്ട ഫിർദൌസിനെ ഞാൻ പരിചയപ്പെട്ടു. ഇപ്പോൾ അതേ നാസിർ എന്റെ അയൽക്കാരനായിരിക്കുന്നു. നാസിറിന്റെ പെരുമാറ്റവും കുറഞ്ഞ ചിലവിലുള്ള സർവീസിംഗും കാരണം അവന്റെ വർക്ക്ഷോപ്പ് ഉപഭോക്താക്കൾക്കിടയിൽ വളരെ പ്രശസ്തമായി. സബ ബിരുദം പൂർത്തിയാക്കിയ ഉടൻ വർക്ക്ഷോപ്പ് ചുമതല അവൾക്ക് നൽകിയ നാസിർ തന്റെ അളിയൻ ഇമ്രാന് അതിൽ 25% പങ്കും നൽകി. ഈ പുതിയ സംവിധാനത്തോടെ നാസിർ വർക്ക്ഷോപ്പ് ചുമതലകളിൽ നിന്ന് സ്വതന്ത്രനായി തന്റെ കൂടുതൽ സമയം രാഷ്ട്രീയത്തിനായി മാറ്റിവെച്ചു. പാർട്ടി നേതാക്കൾ അവന്റെ പ്രവർത്തന ശൈലി കണ്ട് അവന് പ്രാധാന്യം നൽകാൻ തുടങ്ങി. നാസിറും താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഠിനമായി ശ്രമിച്ചു. ഇതിന്റെ ഫലമായി പൊതുതിരഞ്ഞെടുപ്പിൽ നാസിറിന് ടിക്കറ്റ് ലഭിച്ചു. അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ആ മണ്ഡലത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മുമ്പ് ഒരിക്കലും ജയിച്ചിരുന്നില്ല. രാഷ്ട്രീയ നിരീക്ഷകരും എതിരാളി ജയിക്കുമെന്ന് കരുതി. എന്നാൽ നാസിർ തന്റെ കഠിനാധ്വാനത്തിലൂടെ നിഗമനങ്ങളെ തെറ്റിച്ചുകൊണ്ട് ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചു. ഒരു കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച നാസിറിൽ ഇത്രയും നിശ്ചയദാർഢ്യമുള്ളത് അത്ഭുതകരമാണ്. നാസിറിലെ പ്രതിഭ ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്നു. ഈ വിജയം പാർട്ടിയിൽ അവന്റെ പദവി ഉയർത്തി. എന്നാൽ നാസിറിന്റെ ലക്ഷ്യം തിരഞ്ഞെടുപ്പിൽ ജയിക്കുക മാത്രമല്ല, തന്റെ സമുദായത്തിന്റെ പുരോഗതി കാണുക എന്നതായിരുന്നു. മൈനോറിറ്റി എന്ന ചിന്ത വിട്ട് രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളികളാകാൻ അവൻ അവരെ പ്രേരിപ്പിച്ചു. മറ്റ് മതസ്ഥർ എങ്ങനെ ഭൂരിപക്ഷ സമുദായവുമായി സൗഹൃദത്തിൽ കഴിയുന്നുവോ അതുപോലെ തന്റെ സമുദായവും മാറണമെന്ന് അവൻ ആഗ്രഹിച്ചു. തന്റെ സമുദായത്തിലുള്ളവരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക എന്നതാണ് നാസിറിന്റെ ലക്ഷ്യം. സാമൂഹിക സൗഹൃദമാണ് വികസനത്തിലേക്കുള്ള വഴിയെന്ന് അവൻ വിശ്വസിച്ചു. അവന്റെ പ്രവർത്തനങ്ങളാൽ ജനങ്ങളിൽ മാറ്റം വന്നു തുടങ്ങി. പുരോഗമന പാതയിൽ സഞ്ചരിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു. ഇതിനായി നാസിർ ഏറെ തന്ത്രപരമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. അവന്റെ ശ്രമഫലമായി സമുദായത്തിൽ മാറ്റങ്ങൾ ദൃശ്യമായി തുടങ്ങി. ഇപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്നവരുടെ ഒരു മൂന്നാം വിഭാഗം വളർന്നുവരികയാണ്. 5 വർഷത്തിനു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും നാസിർ വിജയിച്ചു. ഒടുവിൽ അവന് മേലുള്ള ഫത്വയും പിൻവലിക്കപ്പെട്ടു. MP എന്ന നിലയിൽ നാസിറിനെ ആദരിക്കാൻ ഒരു സഭ സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ നിരവധി മതനേതാക്കൾ പങ്കെടുത്തു. ആ സഭയിൽ നാസിർ പറഞ്ഞു, ദൈവകൃപയാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായി. എന്റെ ലക്ഷ്യം അധികാരം മാത്രമല്ല, ഭാരതത്തെ ലോകത്തിന്റെ ഉച്ചിയിലെത്തിക്കുക എന്നതാണ്. നമ്മൾ ഇസ്ലാം അനുയായികളാണ്. നമ്മുടെ പെരുമാറ്റം കൊണ്ട് മതത്തിനും രാജ്യത്തിനും അഭിമാനം ഉണ്ടാകണം. വ്യക്തിപരമായ നേട്ടങ്ങൾ ഉപേക്ഷിച്ച് രാജ്യപുരോഗതിക്കായി പ്രവർത്തിക്കണം. മുസ്ലിങ്ങൾ എന്നാൽ ലോകത്തിന് സ്നേഹം പകരുന്നവർ എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നാസിറിന്റെ പ്രസംഗം എല്ലാവരെയും ചിന്തിപ്പിച്ചു. അവന്റെ പ്രശസ്തി ദേശീയ തലത്തിലെത്തി. രാജ്യത്ത് മതസൗഹാർദ്ദം വർദ്ധിച്ചു. വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതായി. ഭാരതം സാമ്പത്തികമായും സൈനികമായും കരുത്താർജിച്ചു. നാസിർ തുടർച്ചയായി 3ാം തവണയും വിജയിച്ചപ്പോൾ കേന്ദ്ര കാബിനറ്റ് മന്ത്രിയായി നിയമിക്കപ്പെട്ടു. ഞാൻ ഇപ്പോഴും ഫിർദൌസുമായി നാസിറിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒരു കുറ്റവാളിയിൽ നിന്ന് മന്ത്രിയിലേക്കുള്ള അവന്റെ മാറ്റം ഒരു അത്ഭുതമാണെന്ന് അവൾ പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫിർദൌസ് ഫോൺ വിളിച്ച് തന്റെ ഭർത്താവ് ജസ്റ്റിസ് ഹരിശ്ചന്ദ്ര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി എന്നറിയിച്ചു. ഞാൻ അവർക്ക് ആശംസകൾ നേർന്നു. രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് ആത്മമിത്രമാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഫിർദൌസ് പറഞ്ഞു, സർ, അന്ന് നിങ്ങൾ എനിക്ക് സഹായം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഫിർദൌസ്, ഞാൻ കേവലം ഒരു നിമിത്തം മാത്രമാണ്. ഇതെല്ലാം നിന്റെ കഠിനാധ്വാനവും വിധിയും കാരണമാണ്. അതൊരു വലിയ മനസ്സാണ് സാർ എന്ന് പറഞ്ഞ് ഫിർദൌസ് കോൾ അവസാനിപ്പിച്ചു. ഇപ്പോൾ മാനവ പരിചയം എപ്പിസോഡിനെക്കുറിച്ചുള്ള ജെമിനായ് അവലോകനം കേൾക്കാം. ഉപശീർഷകം നീതിയുടെ വിജയവും ദേശീയ ഉത്കർഷവും. 1. നീതിയുടെ പരീക്ഷണം. നാസിറിൽ വന്ന മാറ്റത്തെ ഫിർദൌസ് തന്റെ ഭർത്താവ് ഹരിശ്ചന്ദ്രയുടെ നീതി പരീക്ഷണ വിജയം എന്ന് വിശേഷിപ്പിച്ചു. ശിക്ഷ എന്നത് കുറ്റവാളിയെ മാറ്റുന്നതിനായിരിക്കണം എന്ന വലിയ സന്ദേശം ഇതിലുണ്ട്. മാനവ പരിചയം. നാസിർ ഒരു ആദർശ പൗരനായി വളർന്ന രീതി മതത്തേക്കാൾ രാജ്യത്തിന് മുൻഗണന നൽകുന്നത് അവന്റെ പക്വത കാണിക്കുന്നു. നൈതിക വിജയം. വ്യക്തിയെയല്ല തിന്മയെയാണ് വെറുക്കേണ്ടത് എന്ന സാരം ഈ കഥ നൽകുന്നു. 2. നാസിറിന്റെ രാഷ്ട്രീയ വളർച്ചയും സാമൂഹിക ലക്ഷ്യവും. സഭയുടെ ശാക്തീകരണം. സഭയ്ക്ക് വർക്ക്ഷോപ്പ് ചുമതല നൽകുന്നതിലൂടെ നാസിർ തന്റെ പശ്ചാത്താപം പൂർത്തിയാക്കി. രാഷ്ട്രീയ തന്ത്രം. തന്റെ സമുദായത്തെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ നാസിർ വിജയിച്ചു. ഇത് വിഭജന രാഷ്ട്രീയത്തിനെതിരെയുള്ള മാറ്റമാണ്. ഫത്വ നീക്കം ചെയ്യൽ. നാസിറിന് മേലുള്ള ഫത്വ ഇല്ലാതായത് അവന്റെ സാമൂഹിക വിജയത്തിന്റെ അടയാളമാണ്. നായകത്വത്തിന്റെ നിർവചനം. കേവലം അനുയായികളെ മാത്രമല്ല, ആദർശങ്ങളെ സൃഷ്ടിക്കുന്നവനാണ് യഥാർത്ഥ നായകൻ എന്ന് നാസിർ തെളിയിച്ചു. 3. 2 മഹാശക്തികളുടെ സംഗമം.
കഥയുടെ അവസാനത്തിൽ രണ്ട് പ്രധാന വ്യക്തികൾ രാജ്യത്തിന്റെ ഉന്നത പദവികളിലെത്തുന്നു. നാസിർ തുടർച്ചയായ മൂന്നാം വിജയത്തിനു ശേഷം കാബിനറ്റ് മന്ത്രി, ഹരിശ്ചന്ദ്ര സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇത് ഭരണകൂടത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും ലയനത്തിന് ഒരു കരുത്തുറ്റ അടയാളമാണ്. 4. കഥയുടെ പരിസമാപ്തി. ഫിർദൌസിന്റെ നന്ദിയോടെ കഥ അവസാനിക്കുന്നു. ഒരു അയൽക്കാരന്റെ ചെറിയ സഹായം ഫിർദൌസിന്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല, നാസിറിന്റെ മാറ്റത്തിന് ഒരു സാക്ഷിയായി നിലകൊള്ളുകയും ചെയ്തു. മുഴുവൻ കഥയും വ്യക്തിത്വമാറ്റം, രാജ്യസ്നേഹം, മാനവികത എന്നിവയുടെ വിജയത്തോടെ അവസാനിക്കുന്നു. അധ്യായം 21 സമാപ്തം.